അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു. HSM സ്കോളർഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ചോദ്യം 1, നോമ്പിൻ്റെ ഫർളുകൾ എത്ര, ഏതെല്ലാം? 1, നിയ്യത്ത്. 2, നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സുബഹി മുതൽ സൂര്യാസ്തമയം വരെ എന്ത് ചെയ്യുക, ഉപേക്ഷിക്കലാണ്. 2, നിയ്യത്ത് പറഞ്ഞാൽ മതിയോ? ഉത്തരം മതിയാവില്ല, മനസ്സിൽ കരുതണം. 3, അത്താഴം കഴിക്കൽ നിയ്യത്തിന്റെ സ്ഥാനത്ത് നിൽക്കുമോ? ഉത്തരം ഇല്ല. 4, റമദാനിലെ മുഴുവൻ നോമ്പുകൾക്കുമുള്ള നിയ്യത്ത് റമദാനിലെ ആദ്യ രാത്രി വെച്ചാൽ മതി എന്ന അഭിപ്രായമുള്ള മദ്ഹബ് ഏതാണ്? ഉത്തരം മാലിക്കി മദ്ഹബാണ്. 5, റമദാനിലെ ആദ്യ രാത്രി എല്ലാ നോമ്പുകളെയും നിയ്യത്ത് വെക്കുന്നതിന്റെ വിധി എന്താണ്? സുന്നത്താണ്. റമദാൻ നോമ്പിൽ ഫർള് എന്ന് പ്രത്യേകം കരുതണോ? നിർബന്ധമില്ല. നോമ്പിന്റെ നിയ്യത്തിൽ സുന്നത്താകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദാ ഓ ഖലാ ഓ എന്ന് വ്യക്തമാക്കൽ, ഫർളാണെന്ന് കരുതൽ, വർഷം നിർണയിക്കൽ, അള്ളാഹുവിനു വേണ്ടി എന്ന് കരുതൽ. റമദാനിൽ നോമ്പിന്റെ നിയ്യത്ത് ഉച്ചയ്ക്ക് മുമ്പ് വെച്ചാൽ മതി എന്ന് അഭിപ്രായമുള്ള മദ്ഹബ് ഏതാണ്? ഹനഫി മദ്ഹബാണ്. നോമ്പില്ലാത്തവൻ അസ്തമയ സമയം വരെ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്യാതെ നോമ്പുള്ളവനെ പോലെ കഴിയുന്നതിന് എന്താണ് പറയുക? ഉത്തരം ഇംസാക്കാണ്. നിയ്യത്ത് വെക്കാൻ മറന്നവൻ ഇംസാക്ക് ചെയ്യുന്നതിന്റെ വിധി എന്താണ്? നിർബന്ധമാണ്. ഞാൻ നോമ്പ് മുറിച്ചു എന്ന് പറഞ്ഞാൽ നോമ്പ് തകരാറിലാകുമോ അഥവാ നോമ്പ് മുറിയുമോ? ഉത്തരം ഇല്ല. സുന്നത്ത് നോമ്പിന്റെ നിയ്യത്ത് വെക്കുന്ന സമയം എപ്പോഴാണ്? നോമ്പ് ദിവസം ഉച്ചവരെ. രാത്രി നോമ്പിന്റെ നിയ്യത്ത് വെച്ച ശേഷം നോമ്പ് മുറിയുന്ന കാര്യം സംഭവിച്ചാൽ വീണ്ടും നിയ്യത്ത് വെക്കുന്നതിന്റെ വിധി എന്താണ്? സുന്നത്താണ്. നോമ്പെടുക്കുന്നവൻ രാത്രി സംയോഗത്തിൽ ഏർപ്പെട്ട് സുബഹിക്ക് മുമ്പ് കുളിക്കുന്നതിന്റെ വിധി എന്താണ്? സുന്നത്താണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എത്രയാണ്? 4. ബോധക്ഷയം മൂലം നോമ്പ് മുറിയുന്നത് എങ്ങനെയാണ്? പകൽ മുഴുവൻ ബോധക്ഷയം ഉണ്ടായാൽ. മനഃപൂർവ്വം ഉണ്ടാക്കിയ ബോധക്ഷയം കൊണ്ട് നോമ്പ് മുറിയുന്നത് എങ്ങനെയാണ്? കുറഞ്ഞ സമയമാണെങ്കിലും നോമ്പ് മുറിയും. ലഹരിബാധ കൊണ്ട് നോമ്പ് മുറിയുന്നത് എങ്ങനെയാണ്? പകൽ മുഴുവൻ ലഹരിബാധ ഉണ്ടായാൽ. മനഃപൂർവ്വം ഉണ്ടാക്കിയ ലഹരിബാധ കൊണ്ട് നോമ്പ് മുറിയുന്നത് എങ്ങനെയാണ്? കുറഞ്ഞ സമയമാണെങ്കിലും നോമ്പ് മുറിയും. ഉള്ളിലേക്ക് വല്ലതും പ്രവേശിച്ചാൽ നോമ്പ് മുറിയാത്ത ദ്വാരങ്ങൾ ഏതൊക്കെയാണ്? രോമകൂപം, കണ്ണ്. നോമ്പുകാരൻ രുചി നോക്കാൻ ഭക്ഷണം നാക്കിൽ വെക്കുന്നതിന്റെ വിധി എന്താണ്? കറാഹത്താണ്. നോമ്പുകാരൻ മുങ്ങി കുളിക്കുന്നതിന്റെ വിധി എന്താണ്? അതും കറാഹത്താണ്. ഷർഹുൽ മുഹദ്ദബ് എന്ന ഗ്രന്ഥം എഴുതിയതാരാണ്? ഇമാം നവവി റളിയല്ലാഹു അൻഹു. സംയോഗം കൊണ്ട് ബാത്തിലായ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാകുന്നതോടൊപ്പം കഫാറത്ത് അഥവാ പ്രായശ്ചിത്തം നിർബന്ധമാകുന്നത് ആർക്കാണ്? പുരുഷനാണ്. സംയോഗം കൊണ്ട് ബാത്തിലായ നോമ്പിനുള്ള പ്രായശ്ചിത്തം എന്താണ്? അടിമയെ മോചിപ്പിക്കൽ, തുടർച്ചയായി 60 ദിവസം നോമ്പ് നോൽക്കൽ, 60 സാധുക്കൾക്ക് മുദ്ദ് നൽകൽ. ഫർളായ ഒരു ഇബാദത്ത് ആരംഭിച്ച ശേഷം മുറിക്കുന്നതിന്റെ വിധി എന്താണ്? ഹറാമാണ്. ഇംസാക്ക് നിർബന്ധമായ വിഭാഗം എത്രയാണ്? 7 അത്താഴം കഴിക്കുന്നതിന് ശ്രേഷ്ഠമായ ഭക്ഷണത്തിന്റെ ക്രമം ഏതാണ്? ഈത്തപ്പഴം, കാരക്ക, വെള്ളം. പ്രത്യേകം ബർക്കത്തുള്ളതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അത്താഴം കഴിക്കൽ. അത്താഴം ഏതു സമയം വരെ പിന്തിക്കലാണ് സുന്നത്ത്? 50 ആയത്ത് ഓതിയാൽ സുബഹിയാകും എന്ന സമയം വരെ, ഏകദേശം 20 മിനിറ്റ്. രാത്രി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് 2 ദിവസത്തെ നോമ്പുകളെ ചേർക്കുന്നതിന് പറയുന്ന പേരെന്താണ്? വിസ്വാലാണ്. നോമ്പ് മുറിച്ച ഉടൻ സുന്നത്താണ് എന്ത്? അടുത്ത നോമ്പിന് നിയ്യത്ത് വെക്കൽ. അത്താഴ ശേഷം സുന്നത്താണ് എന്ത്? നിയ്യത്ത് പുതുക്കൽ. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം കാരണം കൂടാതെ ബ്രഷ് ചെയ്യുന്നതിന്റെ വിധി എന്താണ്? ഉത്തരം കറാഹത്താണ്. നോമ്പുകാരൻ മരണപ്പെട്ടാൽ കുളിപ്പിക്കുന്ന വെള്ളത്തിലോ കഫൻ പുടവയിലോ സുഗന്ധം പൂശൽ എന്താണ്? കറാഹത്തില്ല. ഇഹ്റാമിൽ മരണപ്പെട്ടയാളുടെ കഫൻ പുടവയിലോ കുളിപ്പിക്കുന്ന വെള്ളത്തിലോ സുഗന്ധം ഉപയോഗിക്കുന്നതിന്റെ വിധി എന്താണ്? ഉത്തരം ഹറാമാണ്. മദീ പുറപ്പെട്ടാൽ നോമ്പ് മുറിയുമെന്ന് വീക്ഷണമുള്ള മദ്ഹബുകൾ ഏതൊക്കെയാണ്? ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്. റമദാനിൽ മാത്രമുള്ള പ്രത്യേക നിസ്കാരം ഏതാണ്? തറാവീഹാണ്. റമദാനിന്റെ അലങ്കാരാഭരണം ഏതാണ്? ഉത്തരം തറാവീഹാണ്. തറാവീഹിന്റെ സമയം എപ്പോഴാണ്? ഇശാ നിസ്കരിച്ച് സുബഹി വരെ അതിന്റെ സമയമാണ്. സഹാബത്തിന്റെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ത്? തറാവീഹ് 20 റക്അത്താണെന്നുള്ളത്. തറാവീഹ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വിശ്രമിക്കലാണ്. തറാവീഹിന് ആ പേര് വരാനുള്ള കാരണം എന്താണ്? 4 റക്അത്ത് കഴിഞ്ഞാൽ വിശ്രമിക്കുന്നത് കൊണ്ടാണ് തറാവീഹിന് ആ പേര് വരാൻ കാരണം. റമദാൻ കഴിഞ്ഞാൽ പോലും തറാവീഹ് ഖളാ വീട്ടുന്നതിന്റെ വിധി എന്താണ്? സുന്നത്താണ്. ഫാത്തിഹയിലെ ആയത്തുകളുടെ എണ്ണം എത്രയാണ്?
7 ആയത്തുകളാണ്. ഫാത്തിഹയിലെ പദങ്ങളുടെ എണ്ണം എത്രയാണ്? 27 ഫാത്തിഹയിലെ ഷദ്ദുകളുടെ എണ്ണം എത്രയാണ്? 14 ഫാത്തിഹയിലെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 156 റുക്കൂ, സുജൂദ്, സുജൂദുൽക്കിടയിലെ ഇരുത്തം ഇവയിൽ നിർബന്ധമാകുന്നത് എന്താണ്? അടങ്ങി താമസിക്കൽ അഥവാ തുമഇനീനത്ത്. തറാവിഹിന്റെ ഇമാമിന് സുന്നത്തായത് എന്താണ്? ഖത്മ് തീർക്കൽ അഥവാ ഖുർആൻ ഖത്മ് ഓതി തീർക്കൽ. റമദാനിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള സുന്നസ്കാരം ഏതാണ്? വിത്റാണ്. രാത്രിയിലെ അവസാന നിസ്കാരമായി പിന്തിപ്പിക്കൽ സുന്നത്തായ നിസ്കാരം ഏതാണ്? വിത്ർ നിസ്കാരാണ്. വിത്ർ ഒരു റക്അത്ത് മാത്രം നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? ഖിലാഫുൽ ഔലയാണ്. വിത്ർ ഒന്നിൽ പതിവാക്കുന്നതിന്റെ വിധി എന്താണ്? കറാഹത്താണ്. വിത്രിലെ അവസാന 3 റക്അത്തുകൾ ഒരുമിച്ച് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? കറാഹത്താണ്. വിത്രിലെ റക്അത്തുകൾ ഒരുമിച്ച് നിസ്കരിക്കൽ നിർബന്ധമായ മദ്ഹബ് ഏതാണ്? ഹനഫി മദ്ഹബാണ്. പള്ളിയായി വഖഫ് ചെയ്ത സ്ഥലത്ത് നീയത്തോടെ കഴിയലാണ് എന്ത്? ഇഅ്തികാഫ്. റമദാനിലെ അവസാന 10 പ്രത്യേകം സുന്നത്താകുന്നത് എന്താണ്? ഇഅ്തികാഫ്. ബിസ്മിയിലെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 19 ലൈലത്തുൽ ഖദ്റിൽ അമൽ ചെയ്താലുള്ള പ്രതിഫലം എന്താണ്? 83 വർഷവും 4 മാസവും അഥവാ 1000 മാസം അമൽ ചെയ്ത പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് മാത്രം അള്ളാഹു നൽകിയ അനുഗ്രഹം എന്താണ്? ലൈലത്തുൽ ഖദ്റാണ്. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. വിജയാശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.